എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ന്യൂ ഇയർ വരാൻ പോവുകയാണല്ലേ. ക്രിസ്മസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ നല്ലപോലെ അടിച്ചു പൊളിച്ചെന്ന് എനിക്കറിയാം. അപ്പോൾ ന്യൂ ഇയറും പുതിയ വർഷം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വെയിലത്തിറങ്ങി എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ടാൻ ആയി, അതുപോലെ പിമ്പിൾസ് ഒക്കെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്തൊരു ഫേസ് പാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ട്രെൻഡായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കും അതൊന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. സാധനങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എന്ത് ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്നത് മുട്ടയാണ് കേട്ടോ. മുട്ടയുണ്ട്, അതുപോലെ ബ്രൂ കോഫി പൗഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ടിഷ്യൂ ഉണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടെ ഇടാം. അപ്പോൾ എഗ് വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുട്ടയുടെ മൂട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അയ്യോ, ചാടുന്നില്ല, കുറച്ച് മതി നമുക്ക്. അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്, നമുക്ക് ഇടാം, ഒഴിക്കാം. കുറച്ച് പൊട്ടിച്ചാൽ ഉണ്ണി പോരത്തില്ല, അതാണ് കാര്യം. ചാടട അങ്ങോട്ട്, നാണം കെടുത്തല്ലേ. സ്ലോ മോഷന് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കൊള്ളാമല്ലോ, ചാട് വേഗം. ചാടി വരുന്നുണ്ട് കേട്ടതേ. ചാടിയത് ഇപ്പോഴാണ് ശരിക്കും വരുന്നത് കേട്ടോ മുട്ട. ഇത് ചാടടാ അങ്ങോട്ട്. അപ്പോൾ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ബ്രൂ കോഫി പൗഡർ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. വീട്ടിൽ തന്നെ മീൻസ് വീട്ടിലുണ്ടായിരുന്ന മഞ്ഞൾ പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് മറ്റേ എഗ്ഗിൻ്റെ യെല്ലോ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എന്നൊരു പ്രത്യേക സ്മെല്ലാണ്, എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അത് ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടൊരു വീഡിയോയ്ക്കകത്ത് അതിൻ്റെ മഞ്ഞ ഇടുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി സെറ്റായി വരുന്നുണ്ടോ. ഇളക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. എന്ത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു മേക്കപ്പ് ഇടാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നിരുന്നത് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടിഷ്യൂ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കീറി ഇതിൽ മുക്കി, എങ്ങനെയാവും എന്ത്, ഇവിടെ മുക്കി 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 ഇതാ ഇങ്ങനെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ടിക്കണം അമ്മ. ഇത് ടാസ്ക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. എന്തെങ്കിലും വേഗം ഒട്ടിച്ച് കൊടുക്കട്ടെ. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല കേട്ടോ.
എഗ്ഗിൻ്റെ ചെറിയ ഉളുമ്പ് തോന്നും. പക്ഷെ കോഫി പൗഡറിന് നല്ല സ്മെല്ലുണ്ട്. രണ്ട് സീനില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ടാസ്ക്കാണ് കേട്ടോ, ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒട്ടിക്കുന്നതാണ് കേട്ടോ പരിപാടി, റിസ്ക്. ഇതെങ്ങനെയാണോ എന്തോ അവരൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഇനി ഫുൾ സൈലൻ്റ് ആയിരിക്കും. സാധനം ഉണങ്ങുന്നില്ല കേട്ടോ. അയ്യോ, ഇപ്പോൾ 1 മണിക്കൂർ ആറായി, എന്നിട്ട് ഈ സാധനം ഉണങ്ങുന്നില്ല. പറിച്ച് കളയാനൊക്കെ തോന്നുന്നുണ്ട്. പറിച്ചാൽ നമുക്ക് കാര്യമായിട്ട് ഉണങ്ങിയില്ല. നിങ്ങൾ എന്തായാലും പറയ്ക്കും, ഉണങ്ങിയിട്ട് പറിക്കുള്ളൂ കേട്ടോ. നമുക്ക് പറിക്കാം. അയ്യാ, ഉണങ്ങി ഒരു വിധം. അമ്മ, ചിലയിടത്ത് മാത്രം ഉണങ്ങിയിട്ടില്ല. അയ്യോ, എൻ്റെ ഉണങ്ങിയില്ല. അയ്യോ, ചിലയിടത്ത് മാത്രം ഉണങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നി, ഇതെങ്ങനെയാലും എനിക്ക് പേടിയാവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരമണിക്കൂറല്ല, ഞാൻ 1 മണിക്കൂർ വെച്ചു, എന്നിട്ടും പകുതിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അയ്യോ, രോമ പോരുന്നൊരു വേദനയുണ്ട് കേട്ടോ. ഒറ്റ വല വിളിക്കാൻ പോണേ. അയ്യോ, ഒറ്റ വല വലിക്കുമ്പോൾ വേദന ഇല്ല കേട്ടോ. പക്ഷേ നല്ല മാറ്റം കേട്ടോ. നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ടേ പറിക്കുള്ളൂ കേട്ടോ. ഒരുവിധം ഉണങ്ങി. നോക്ക്, നല്ല മാറ്റം. ഉണങ്ങി. മൂക്കാണ് ടാസ്ക്. മൂക്കിൽ നന്നായിട്ട് ഉണങ്ങിയില്ലായിരുന്നു. അയ്യോ, ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ മിററിൽ നോക്കട്ടെ. ശരി, അടിപൊളി. ഞാൻ വേഗം കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് പറിച്ച വെക്കണ്ടോ, കുറച്ചൊന്നും ഉണങ്ങിയില്ല. എനിക്കിങ്ങനെ വെച്ചോണ്ടിരിക്കുക, കാരണം എനിക്കിപ്പോൾ ഒരു മറ്റേ മീശോന്നൊരു കമ്മൽ വന്നു. ഞാൻ കല്യാണത്തിന് വേണ്ടി ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. കല്യാണമല്ല, എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഞാനിത് റിട്ടേൺ ചെയ്യാൻ പോകണം, വേറെ ഒന്നുമില്ല. ഇത് ഭയങ്കര എനിക്കങ്ങ് വലുതായിട്ട് തോന്നുന്നു. ഞാൻ എവിടെ പോയാലും ചെറിയ കമ്മലാണ്, സ്റ്റഡ് മാത്രമാണ് അധികം യൂസ് ചെയ്യലുള്ളൂ.
അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊക്കെ പൊട്ടിയൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് റിട്ടേൺ ഇടാൻ പോവാണ്. എനിക്ക് റിട്ടേൺ ഇടണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം ഇട്ട്. എന്നിട്ട് നിങ്ങൾ പറയണം ഇത് ഞാൻ റിട്ടേൺ ഇടണോ അതോ ഞാൻ അടുത്ത എന്തെങ്കിലും ഇതിന് ഇടണോ എന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ എന്തായാലും വേഗം പോയി മുഖം ഒന്ന് നന്നായിട്ട് കഴുകി നിങ്ങൾക്ക് ആ റിസൾട്ട് കാണിച്ച് ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്. ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല ഗ്ലോ എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ അല്ല നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്, അടാവ് മാറ്റാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ എന്നെപ്പോലെ മടി കാണിച്ചിട്ട് അത് ഉണങ്ങാത്തതും വലിച്ച് വറക്കരുത് കേട്ടോ. കാരണം ഞാനൊരു 1/4 മണിക്കൂർ 1 മണിക്കൂർ അടുത്തേ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് വെക്കാൻ മടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓർഡർ ചെയ്ത് തരാൻ വന്ന ആൾക്കാർ കണ്ടിരിപ്പോൾ എനിക്കൊരു ചമ്മൽ. ഞാൻ പിന്നെ വേഗം അങ്ങ് ഇതാക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കമ്മലൊന്ന് ഇട്ട് കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ നാളെ പറഞ്ഞ ശേഷം മാത്രമേ ഞാനിത് റിട്ടേൺ ഇടുന്നുള്ളൂ. എനിക്കെന്തോ ഇത്ര വലുത് ഞാൻ സാധാരണ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈസ് ശരിയാവില്ല, അല്ലെങ്കിൽ കളറ് ശരിയാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സാധനം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര വലുത് ഇടുമ്പോൾ അത്ര കംഫർട്ടല്ല. പക്ഷെ ഞാൻ കല്യാണത്തിന് സാരിക്കൊപ്പം ഞാൻ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാതിങ്ങനെ കിടന്ന് തൂങ്ങും. അപ്പോൾ നല്ല മറ്റേ സാരിക്കൊക്കെ ഇടാൻ നല്ല നന്നല്ലേ. പറാട്ട എങ്ങനെയുണ്ടെന്ന്. പക്ഷെ എനിക്കിഷ്ടമായില്ല, എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് കെട്ടാത്തത് കൊണ്ടായിരിക്കും, മേക്കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. മേക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിത് റിട്ടേൺ ചെയ്യില്ല, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും, നമുക്ക് നാളെ തന്നെ റിട്ടേൺ ചെയ്യാം. അപ്പോൾ കൊള്ളാം, ഇങ്ങനെ ആട്ടാനൊക്കെ രസമുണ്ട്. പക്ഷെ എൻ്റെ കാതിന് ഞാൻ ചെറിയ ഹോളാണ് കേട്ടോ. ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാറില്ലാത്തത് കൊണ്ട് അപ്പോൾ അത് വലുതാക്കണ്ട. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കാര്യം പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി ഫേസ് പാക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ. നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.